പക്ഷിരാജനും ചൊന്നാൻ വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമിത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. സീതേ, സീതേ, ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി. സീതേ, നീ നീ എവിടെയാ? ലക്ഷ്മണ. ജ്യേഷ്ഠ. സീതയെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ജ്യേഷ്ഠൻ ആശ്വസിക്കൂ, ജ്യേഷ്ഠത്തെ നമുക്ക് കണ്ടെത്താം. എത്ര നേരമായി നാം സീതയെ തേടുന്നു. നോക്കൂ, മൃഗങ്ങൾ പോലും നമ്മോട് പ്രതികരിക്കുന്നു. അവ നൽകുന്ന സൂചന ജ്യേഷ്ഠത്തി ഇതാ ഈ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ ഉണ്ടാകുമെന്നാണ്. വരൂ ജ്യേഷ്ഠ, നമുക്ക് നോക്കാം. ആഗ്രഹമുണ്ടെനിക്ക് ദാശരഥേ രാമ, ആർത്തനെന്നാകിലും തവ ചിത്സ്വരൂപം കണ്ട് വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ രാമ. രാമ. ശ്രീ ഭഗവാനെ, ഭക്തവത്സല ഭഗവാനെ, ശ്രീരാമ ദർശനം വരെ നമ്മുടെ ജീവൻ അങ്ങ് കാത്തുകൊള്ളണേ ഭഗവാനെ. ലക്ഷ്മണ, ഇതാ കഴുകന്റെ രൂപമെടുത്തൊരു രാക്ഷസൻ. ഇവൻ എന്റെ സീതയെ കൊത്തി തിന്നിട്ട് കിടക്കുകയാണ്. ഇവനെ നാം ഇപ്പോൾ വധിക്കും. ആ പ്രഭോ, ശ്രീരാമ, അവിടുന്ന് ഔഷധം പോലെ തിരിഞ്ഞു നടക്കുന്ന സീതാദേവിയെയും എന്റെ ജീവനെയും രാക്ഷസ രാജാവായ രാവണൻ കട്ടുകൊണ്ടുപോയി. രാവണനോ? അതെ, രാവണൻ. അവൻ സീതാദേവിയെ കൊണ്ട് പോകുമ്പോൾ ആകാശമാർഗത്തിൽ വെച്ച് അവനെ ആക്രമിച്ചു. അവന്റെ തേരും വില്ലും പടച്ചട്ടയും ഞാൻ തകർത്തു. പക്ഷെ അവൻ അശൈവ ഘട്ടം കൊണ്ട് തന്നെ വെട്ടി വീഴ്ത്തി. അവൻ ആ രാക്ഷസൻ എന്നെ കൊന്നിരിക്കുന്നു. ലക്ഷ്മണ, ഇത് ജടായുവല്ലേ? അച്ഛന്റെ സ്നേഹിതനായ പക്ഷിരാജൻ. അതെ അതെ ലക്ഷ്മണ,
എന്റെ നിർഭാഗ്യം ഇതാ ഈ പക്ഷിരാജന്റെ മരണത്തിന് കൂടി കാരണമായിരിക്കുന്നു. അല്ലയോ പക്ഷിശ്രേഷ്ഠ, അങ്ങന്റെ പിതാവിന്റെ മിത്രമാണ്. പറയൂ, എന്റെ സീതയെ ആ രാവണൻ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പ്രഭോ, എന്റെ ചിറകരിഞ്ഞിട്ട രാവണൻ തെക്കു ദിക്കിലേക്കാണ് പോയത്. കുമാര, ഇതവന്റെ നാശത്തിന്റെ നാന്തിയാണ് കുമാര. അവനെ വധിക്കാൻ അങ്ങേക്കാകൂ. ലക്ഷ്മണ, എനിക്ക് വേണ്ടി ഇദ്ദേഹം മരണം വരിച്ചിരിക്കുന്നു. അച്ഛന്റെ ഉറ്റമിത്രമായിരുന്ന ഇദ്ദേഹം അച്ഛനോളം തന്നെ നമുക്ക് പൂജ്യനും മാന്യനുമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മൃതദേഹം നമുക്ക് ഉചിതമായി സംസ്കരിക്കണം, ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ശരി ജ്യേഷ്ഠ, നമുക്ക് ഗോദാവരി തീരത്ത് ചിതയൊരുക്കാം. അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം. ഭക്തനായുള്ളവന് വന്നീടും മത്സാ